ഇതിപ്പോൾ നടന്നിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയമാണ്, പ്രാദേശിക സാഹചര്യമാണ് മുഖ്യ വിഷയമായി വരിക. നിങ്ങൾ 9 സീറ്റ് പിടിച്ചെടുത്തപ്പോൾ LDFന് 4 സീറ്റ്, UDFന് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തെ സംഖ്യ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ LDFന് കുറവും UDFന് കൂടുതലുമാണ് എന്നുള്ളത് വെച്ച് കേരളമാകെ ഒരു ട്രെൻഡുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമാണ്, പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വികാരമാണ് എന്ന് അനുമാനിക്കുന്നത് ഒരു കടന്ന കൈയല്ലേ? ഒരിക്കലുമല്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് 13 സീറ്റിൽ നിന്നാണ് ഞങ്ങൾ 17 സീറ്റിലേക്ക് പോയിരിക്കുന്നത്. അതേസമയം LDFനെ സംബന്ധിച്ച് 15 സീറ്റിൽ നിന്ന് 11ലേക്ക് കുറയുകയാണ്. അപ്പോൾ 11 ഞങ്ങൾക്ക് ഇപ്പോൾ LDFുമായി 6 സീറ്റിൻ്റെ വ്യത്യാസം പുതുതായി ഉണ്ടാവുകയാണ്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തുകൾ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യമായിട്ടാകാം ഒരുപക്ഷെ 3 പഞ്ചായത്തുകളുടെ ഭരണം തന്നെ ഒരു മുന്നണിയിലേക്ക്, അതും പ്രതിപക്ഷത്തിൻ്റെ മുന്നണിയിലേക്ക് ഭരണം തന്നെ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് തൃശ്ശൂരിലെ നാട്ടികയും അതുപോലെ തന്നെ ഇടുക്കിയിലെ കരിമണ്ണൂരും അതുപോലെ തന്നെ പാലക്കാട്ടെ തച്ചമ്പാറയും ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു റിസൾട്ട് ഈ അടുത്ത സമയത്തൊന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ, അത് 2 അസംബ്ലി സെഗ്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ഒരു പാർലമെൻറ്റ് സെഗ്മെൻറ്റിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ആ റിസൾട്ട് UDFന് അനുകൂലമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മെച്ചപ്പെട്ട വിജയം നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ വിജയം സ്വാഭാവികമായി ഭരണവിരുദ്ധ വികാരം കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ വിലക്കയറ്റം മുതൽ താങ്കൾ സൂചിപ്പിച്ച ഏറ്റവും അവസാനം റോഡിൽ സ്റ്റേജ് കെട്ടി യാത്രാ തടസ്സം ഉണ്ടാക്കുന്നത് വരെയുള്ള വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, അതാണ് UDFന്റെ അവലോകനം.